ഹൈദരാബാദിൽ വന്നപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഹൈദരാബാദിൽ ടൂറിസ്റ്റ് പ്ലേസൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുള്ളത്. അതിലൊരു ആഗ്രഹമായിരുന്നു ഹുസൈൻ സാഗർ ലേക്കിൽ പോകണമെന്നുള്ളത്. ഇന്നാണ് അതിനുള്ള അവസരം ഒത്തുവന്നത്. ഹൈദരാബാദിൽ പൊതുവെ നല്ല ട്രാഫിക്കാണ്. ഇന്ന് സൺഡേ കൂടി ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, പതിവിലും നല്ല തിരക്കായിരുന്നു റോഡിൽ. ഈ കാണുന്നതാണ് ഹൈദരാബാദിലെ സെക്രട്ടേറിയറ്റ്. ട്രാഫിക് ആയതിനാൽ കുറച്ച് താമസിച്ചാണെങ്കിലും നമ്മൾ ഹുസൈൻ സാഗർ ലേക്കിൻ്റെ അടുത്ത് എത്താറായി. ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഇവിടം തൊട്ട് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പാർക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കിടക്കുന്ന ബസ്സുകളും ഇതും എല്ലാം ഈ ഹുസൈൻ സാഗർ ലേക്കിൽ വിസിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരുടെയാണ്. പക്ഷേ ഇത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇതാണ് അമർജ്യോതി രക്തസാക്ഷി മണ്ഡപം. ഇത് 1969 തെലങ്കാന സ്റ്റേറ്റിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ മരിച്ച 369 വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച സ്മാരകമാണ്. ഇവിടെ എല്ലാ വർഷവും ജൂൺ 2 രക്തസാക്ഷി ദിനമായി ആചരിക്കാറുണ്ട്. നമ്മൾ ഈ പ്ലേസും കഴിഞ്ഞ് പോയത് നമ്മളെ ഗൂഗിൾ മാപ്പ് ഒന്ന് ചെറുതായിട്ട് ചതച്ചതാണ്. ഇതിനടുത്ത് തന്നെയാണ് ആർട്ടിഫിഷ്യൽ സ്നോ വേൾഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉള്ളത്. കാശ്മീരിലെ തണുപ്പൊക്കെ ആസ്വദിക്കണമെന്നുള്ളവർക്ക് അവിടെ പോകാം. ഈ കാണുന്നതാണ് തെലങ്കാന സെക്രട്ടേറിയറ്റ്. ഞങ്ങൾ 2-3 വട്ടം റൗണ്ടൊക്കെ അടിച്ച് വീണ്ടും ഈ ഭാഗത്ത് തന്നെ എത്തിപ്പെട്ടു. 2-3 വട്ടം റൗണ്ട് അടിച്ചത് പാർക്കിംഗ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ആയിട്ട് കാറും ബൈക്കും ബസ്സും ഒക്കെ പാർക്ക് ചെയ്യാം. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഒരു പാർക്കിംഗ് ഒപ്പിച്ച് വണ്ടിയും പാർക്ക് ചെയ്ത് ഞങ്ങൾ ഗേറ്റിന് മുന്നിലെത്തി. സെക്രട്ടേറിയറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ലുംബിനി പാർക്കിൻ്റെ എൻട്രൻസ് ഗേറ്റ് ഉള്ളത്. ഈ കാണുന്നത് സെക്രട്ടേറിയറ്റ് ആണ് കേട്ടോ. രാത്രി ആ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ സെക്രട്ടേറിയറ്റ് കാണാൻ. ഇതാണ് എൻട്രൻസ് ഗേറ്റ്. ഈ ഗേറ്റിൽ ലുംബിനി പാർക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈമും ക്ലോസ് ചെയ്യുന്ന ടൈമും എൻട്രി ഫീസിൻ്റെ റേറ്റും ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ലേസർ ഷോയുടെ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. ഇവിടെ രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ടൈമിങ്. ഈ കാണുന്ന ക്യൂ ലുംബിനി പാർക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റിന് വേണ്ടിയുള്ള ക്യൂ ആണ്. നല്ല തിരക്കായിരുന്നു. ഇവിടെ മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് എൻട്രി ഫീസ്. ഇവിടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. അവിടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ആ എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് അകത്തേക്ക് കയറ്റും. ഈ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോകുന്നത് ലേസർ ഷോയുടെ ടിക്കറ്റ് എടുക്കാനായിട്ടാണ്. ലേസർ ഷോ കാണുന്നതിന് ഒരാൾക്ക് 80 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അവിടെയും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. ടോട്ടൽ 2 ലേസർ ഷോയാണ് ഉള്ളത്. ഫസ്റ്റ് ഷോ തുടങ്ങുന്നത് 7:15 മുതൽ 7:50 വരെയും സെക്കൻഡ് ഷോ തുടങ്ങുന്നത് 8:15 മുതൽ 8:50 വരെയുമാണ്. നമ്മൾ ഫസ്റ്റ് ഷോയ്ക്കുള്ള ടിക്കറ്റാണ് എടുത്തത്. പക്ഷേ തുടങ്ങിയപ്പോൾ 7:20 അങ്ങനെ ടിക്കറ്റൊക്കെ കയ്യിൽ കിട്ടി. അവിടെയും ചെക്കിംഗ് ഉണ്ട്. ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾ ലേസർ ഷോ കാണാൻ അകത്തേക്ക് പോവുകയാണ്. പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ പോയത്. നമ്മൾ ലേസർ ഷോ കണ്ടിട്ടാണ് ഇനി ബോട്ടിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് അകത്ത് ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെയുള്ളൊരു ഷോപ്പുണ്ട്, ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ ചായയും കോഫിയും ജ്യൂസും പോപ്കോണും ഒക്കെ കിട്ടും. ഷോ തുടങ്ങാൻ ഇനിയും അരമണിക്കൂറുണ്ട്. നമ്മൾ നേരത്തെയാണ് അകത്ത് കയറിയത്. ആളുകളൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു വണ്ടർലയിലൊക്കെ പോലെ ഒരു വലിയ ഹാളിൻ്റെ അകത്താണ് ഈ ലേസർ ഷോ നടക്കുന്നതെന്നാണ്. പക്ഷേ ഇവിടെ ഒരു ഓപ്പൺ സ്പേസിലാണ്, ഒരു മിനി സ്റ്റേഡിയത്തിൻ്റെ സെറ്റപ്പായിരുന്നു. ഷോ തുടങ്ങാൻ അരമണിക്കൂർ ഉള്ളത് കൊണ്ട് തന്നെ കുറേ സീറ്റ് വേക്കൻ്റ് ആയിരുന്നു. പക്ഷേ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇരിക്കുമ്പോഴും അമർജ്യോതി രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ കുറച്ച് ഭാഗം കാണാം കേട്ടോ. അങ്ങനെ ഒരു പോപ്കോണൊക്കെ കഴിച്ച് അരമണിക്കൂർ തള്ളി നീക്കി. 7:20 ലേസർ ഷോ തുടങ്ങാറായി. ലേസർ ഷോയുടെ കുറച്ച് ക്ലിപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കൂടി കാണാൻ അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലേസർ ഷോയുടെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ രാജ്യവും നാഷണൽ സിംബൽസ് ഓഫ് ഇന്ത്യയും കുറച്ച് മഹത് വ്യക്തികളുടെ ഫോട്ടോയും ഒക്കെയാണ് കാണിച്ചത്.
അത് കഴിഞ്ഞ് ഹൈദരാബാദിൻ്റെ ഹിസ്റ്ററിയും കാണിച്ചു, എങ്ങനെയാണ് ഹൈദരാബാദ് എന്ന പേര് വന്നതെന്നും അങ്ങനെയൊക്കെ. പിന്നെ ഹൈദരാബാദിലുള്ള ഫേമസ് സ്ഥലങ്ങൾ ഇതെല്ലാം ആ ലേസർ ഷോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അവർ കാണിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൽ ലൈറ്റ് അടിച്ചിട്ടാണ്. എന്തായാലും ലേസർ ഷോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലേസർ ഷോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയത് ബോട്ടിങ്ങിന് പോകാനായിരുന്നു. ആ പോകുന്ന വഴിക്ക് അവിടെ ഒരു ചെറിയ വാട്ടർഫാളുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു വാട്ടർഫാളും ഒരു സ്വിമ്മിംഗ് പൂളും ഒക്കെ സെറ്റപ്പ്, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് ആ സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴും. ആ വാട്ടർഫാളിൻ്റെയും സ്വിമ്മിംഗ് പൂളിൻ്റെയും കൂടെ ഇടയിൽ കൂടി ഒരു നടപ്പാതയുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ ആൾക്കാർ നടക്കുമെന്നായിരുന്നു തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് വെച്ചേക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് ആസ്വദിച്ചതിന് ശേഷം നേരെ ബോട്ടിങ്ങിലേക്ക് വച്ചു വിട്ടു. ഒരുപാട് ബോട്ടുണ്ട് അവിടെ. സ്പീഡ് ബോട്ട്, ഫാമിലി ബോട്ട്, ഡാൻസ് ബോട്ട്, അങ്ങനെ ഒരുപാട് ബോട്ട്. ഈ കാണുന്ന സ്ഥലത്താണ് ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെയും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ ബുദ്ധ സ്റ്റാച്ചു വിസിറ്റ് ടിക്കറ്റാണ് എടുത്തത്. ഇവിടെ ടിക്കറ്റ് മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ്. അങ്ങനെ ബോട്ടിൽ കയറാനുള്ള ചെക്കൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറുകയാണ്. നമ്മളിപ്പോൾ കയറാൻ പോകുന്ന ബോട്ട് ഒരുപാട് സീറ്റിംഗ് ഉള്ള ബോട്ടായിരുന്നു. അങ്ങനെ ബോട്ടിലേക്ക് കയറുകയാണ്. പക്ഷേ ശിവക്കുട്ടനും ബോട്ടിലോട്ട് കയറാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. പിന്നെ ചേട്ടൻ വന്ന് അവനെ എടുത്ത് ബോട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അവൻ കരയുകയായിരുന്നു, ബോട്ടിൽ കയറാൻ പേടിയാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ എടുത്ത് ബോട്ടിലേക്ക് കയറി. ബോട്ടിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ബോട്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ലൈഫ് ജാക്കറ്റ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് അതിൽ നിന്നും എടുക്കാം. പക്ഷെ ബോട്ടിലുള്ള 1-2 പേര് മാത്രമേ ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ ലൈഫ് ജാക്കറ്റ് ധരിക്കണം, നമ്മുടെ സേഫ്റ്റിയല്ലേ പ്രധാനം. അങ്ങനെ ബോട്ടിൽ സ്ഥലമൊക്കെ കിട്ടി. ഞങ്ങളൊക്കെ അവിടെ ഇരുന്നു. അങ്ങനെ ബോട്ട് എടുത്തു. ഇങ്ങനെ ബോട്ടിലൊരു 5 മിനിറ്റ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോൾ നമ്മുടെ ബുദ്ധ സ്റ്റാച്ചു എത്തി. ഇതാണ് ബുദ്ധ സ്റ്റാച്ചു. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഈ ലേക്കിൻ്റെ പ്രധാന ആകർഷണമാണ് ലേക്കിന് നടുവിലുള്ള ഈ ബുദ്ധ സ്റ്റാച്ചു. ബോട്ടിങ്ങിൻ്റെ സമയത്ത് വെളിയിലെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. ദീപാലങ്കാരങ്ങൾ കൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. രാത്രി വന്നാലേ ഇതിൻ്റെയൊക്കെ ഭംഗി ശരിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒറ്റക്കല്ലിൽ ചേർത്ത വളരെ മനോഹരമായ സ്റ്റാച്ചുവാണ് ബുദ്ധ സ്റ്റാച്ചു. അതിൻ്റെ അടിയിലായിട്ട് ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, മനോഹരമായ ഒരുപാട് കൊത്തുപണികൾ ഈ സ്റ്റാച്ചുവിൻ്റെ ചുറ്റിനുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ ചുറ്റിലുമായിട്ട് ഒരുപാട് കുഞ്ഞു കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു.
ഇവിടെയും നല്ല തിരക്കായിരുന്നു. ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് നല്ല സമാധാനമായിട്ടൊക്കെ ഇരിക്കാം. പക്ഷെ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു എന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് കാണാൻ ഒരു കൊട്ടാരം പോലെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ, ആ വെള്ളത്തിൽ ആ ലൈറ്റും. അങ്ങനെ അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് ആസ്വദിച്ചു. അപ്പോഴത്തേക്കും വീണ്ടും ബോട്ടുകളിൽ ബുദ്ധ സ്റ്റാച്ചു വിസിറ്റ് ചെയ്യാൻ ആൾക്കാർ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാച്ചുവിൻ്റെ മുൻപിലായിട്ട് ഒരു വാട്ടർഫാൾ ഫൗണ്ടെയിൻ ഉണ്ട്. അവിടെ ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കായിരുന്നു. അവിടെയെല്ലാം കണ്ടതിന് ശേഷം 1-2 ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകാൻ ബോട്ടിൽ കയറി. അങ്ങനെ ബോട്ടിൽ കയറി വീണ്ടും ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ ഭംഗിയാണ് കൂടുതലും ആസ്വദിച്ചുകൊണ്ടിരുന്നത്. എന്തോ എനിക്കതങ്ങ് ഒരുപാട് ഇഷ്ടമായി. അവിടെ ഇരുന്ന് ശിവക്കുട്ടൻ കുറച്ച് പോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവൻ കുറച്ച് പോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ലുമിനി പാർക്കിൻ്റെ അവിടെ എത്തി. അവിടെ എത്തി ഈ കാണുന്നത് വാട്ടർ റോളറാണ്. ഇതിൽ ഒരാൾക്ക് കയറാൻ 100 രൂപയാണ് ഒരാളുടെ റേറ്റ്. അങ്ങനെ അതൊക്കെ കണ്ട് വീണ്ടും നമ്മൾ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങുന്ന വഴിയുടെ വശങ്ങളിലെ ഒരുപാട് ഫാൻസി സ്റ്റോറുകൾ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും ഇതൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ബോട്ടിങ്ങിൽ കയറാനുള്ള ധൃതി കാരണം ഇതൊന്നും അധികം ശ്രദ്ധിച്ചില്ല. തിരിച്ചു വന്നപ്പോഴാണ് ഇതൊക്കെ നോക്കിയത്. അങ്ങനെ ഫാൻസി സ്റ്റോറൊക്കെ കണ്ട് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ആൾക്കാരൊക്കെ അവിടെ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെയൊന്ന് ജസ്റ്റ് അതൊക്കെ കണ്ട് വീണ്ടും തിരിച്ച് നടക്കുകയാണ്. അങ്ങനെ ശിവക്കുട്ടൻ പിണങ്ങിയാണ് തിരിച്ചു പോകാൻ നേരം പാർക്കിൽ കയറണമെന്നും പറഞ്ഞു. വീണ്ടും ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവൻ വീണ്ടും ഒന്ന് ചിരിച്ച് നടന്നു. ആ പോകുന്ന വഴിക്ക് നമ്മൾ 1-2 റൈഡ് കണ്ടു. ആ റൈഡ് കണ്ടപ്പോൾ അവന് പിന്നെ അതിൽ കയറണം. പിന്നെ കുട്ടികളുടെ ഓരോ ആഗ്രഹമല്ലേ. അങ്ങനെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അവനെ റൈഡിൽ കയറ്റാൻ പോകുന്നു. അങ്ങനെ അവൻ ആ റൈഡിൽ കയറി അത് കറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. അങ്ങനെ അത് 1-2 വട്ടം കറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ അതിൽ നിന്ന് ഇറങ്ങണമെന്നായി. പക്ഷെ അപ്പോൾ ഇറങ്ങാൻ പറ്റില്ലല്ലോ. റൈഡ് എപ്പോഴാണോ നിൽക്കുന്നത് അപ്പോഴല്ലേ ഇറങ്ങാൻ പറ്റൂ. അങ്ങനെ അവൻ അതിൽ നിന്ന് ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അവന് അതിൻ്റെ അപ്പുറത്തുള്ള റൈഡിൽ കയറണമെന്നായിരുന്നു ആഗ്രഹം. അതായത് ഈ റൈഡ് ചെറിയ കുട്ടികൾക്ക് പറ്റില്ല, കുറച്ച് ഡേഞ്ചറാണ്. അതിലിരിക്കുന്ന വലിയ ആൾക്കാർ തന്നെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റൈഡിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം അവൻ വീണ്ടും പിണങ്ങുകയാണ്. ഇനി എനിക്ക് പാർക്കിൽ പോകണമെന്ന്. നമ്മൾ ഒത്തിരി ലേറ്റായി കേട്ടോ. അങ്ങനെ അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞങ്ങൾ ലുംബിനി പാർക്കിനോട് ടാറ്റ ബേബി പറയുകയാണ്. വീണ്ടും നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിലെത്തി. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. കുറേ ഹൈഡ്രജൻ ബലൂൺ ഇങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി ഞാൻ ഒരു വീഡിയോ എടുത്തു. പിന്നെ അവിടെ വഴിയോര കച്ചവടം ഒരുപാടുണ്ടായിരുന്നു. ഇത് കാണുന്നത് ചോളമാണേ. പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. അവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡുണ്ട്. ആദ്യം തന്നെ നമ്മൾ ട്രൈ ചെയ്തത് പാനിപൂരിയാണ്. പാനിപൂരി ശിവക്കുട്ടന് ഒത്തിരി ഫേവറേറ്റാണ്. അവന് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്കെല്ലാം ഫേവറേറ്റാണ്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ഓരോ പാനിപൂരിയൊക്കെ കഴിച്ച് നടന്നു വന്നപ്പോഴാണ് ഞങ്ങൾ ബദാം മിൽക്ക് കണ്ടത്. അപ്പോൾ പിന്നെ അതൊന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ മോശമില്ലേ. അങ്ങനെ അതും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അവിടെ 2 ചേട്ടന്മാരാണ് നിന്ന് ബദാം മിൽക്ക് തയ്യാറാക്കുന്നത്. അവിടെയും നല്ല തിരക്കായിരുന്നു. അവസാനം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബദാം മിൽക്ക് കിട്ടി. ശിവക്കുട്ടന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പായിരുന്നു. ഇങ്ങനെ ബദാം മിൽക്കൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി.
നടന്നപ്പോൾ അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഡെസേർട്ട്, ചീസ് കേക്ക്, അങ്ങനെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. ഒത്തിരി പേരെ കണ്ടു ഇങ്ങനെ കേക്ക് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത്. ഇനി ഈ കാണുന്നത് ഒരു ദോശ, നമ്മുടെ ഒരു തട്ട് ദോശ സ്റ്റൈൽ സെറ്റപ്പാണ്. അവിടെ ഊത്തപ്പം, മസാല ദോശ, ഗീ ദോശ, പനീർ ദോശ, ഇങ്ങനെ ഒത്തിരി ഐറ്റം കിട്ടും. ഞങ്ങൾ പിന്നെ ട്രൈ ചെയ്തത് മലബാർ ബറോട്ടയാണ്. കേരളീയർക്ക് ബെറോട്ട ഇല്ലാതെ പിന്നെ എന്ത്? അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കേരള ബെറോട്ടയും ചിക്കൻ കറിയും ട്രൈ ചെയ്തു. അതിനുശേഷം വീണ്ടും ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഒരു ഫുഡ് വാൻ കണ്ടത്. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ട്രൈ ചെയ്തില്ലെങ്കിൽ മോശമല്ല. അങ്ങനെ അവിടെ ഒരു ചിക്കൻ നൂഡിൽസും ഓർഡർ ചെയ്ത് നിന്നപ്പോഴാണ് ആരുടെയോ കയ്യിൽ നിന്നും ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ബലൂൺ പൊട്ടി പറന്നു പോകുന്നത് കണ്ടത്. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങളുടെ ചിക്കൻ നൂഡിൽസ് ഞങ്ങളുടെ കൈകളിലെത്തി. അപ്പോൾ പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാനത് ടേസ്റ്റ് ചെയ്യുന്നതാണ്. എന്തായാലും കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒന്നേ വാങ്ങിയുള്ളൂ, ഒന്ന് വാങ്ങി എല്ലാവരും കൂടി കഴിച്ചു. അങ്ങനെ സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകാൻ വണ്ടിയുടെ അടുത്തെത്തി. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു മുട്ടുസൂചി ഇടാൻ പോലുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശ വണ്ടികളെല്ലാം ഒഴിഞ്ഞ് ആ സ്ഥലം ഒന്ന് ശൂന്യമായി. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയും എടുത്ത് വീണ്ടും ട്രാഫിക്കിൽ പെട്ടു. ഇവിടെ എപ്പോഴും എങ്ങനെയൊക്കെയോ ട്രാഫിക്കും താണ്ടി വീട്ടിലെത്തി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.